مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قال فمن ربكما يا موسى قال ربنا الذي أعطى كل شيء خلقه ثم هدى സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ, മുക്മിനുകളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ വിശ്വാസപരമായ അപജയവും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളോട് ആ ജനതക്കുണ്ടായിരുന്ന സമീപനത്തെയും കുറിച്ചാണ് നാം സൂചിപ്പിച്ചത്. യഥാർത്ഥ വിശ്വാസികളിൽ സംശയം ഉണ്ടാക്കി അവരെ ആ വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന സാമിരി സംവിധാനങ്ങളെക്കുറിച്ചും നാം പറഞ്ഞു. സമാനമായി നമ്മുടെ നാടുകളിൽ വളർന്നു വരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കും എതിരെ നാം ഏത് വിധത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുകൂടി വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ജീവിതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നാം വിശദീകരിക്കുകയും ചെയ്തു. ആ ജനതയിൽ അഥവാ ബനു ഇസ്രായേല്യരിൽ സാമിരി പ്രചരിപ്പിച്ച വിശ്വാസത്തെ സംബന്ധിച്ച് ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന ഒരു സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതായത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയെ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഏൽപ്പിച്ചുകൊണ്ട് തൗറാത്ത് സ്വീകരിക്കാൻ പോയ സമയത്ത് അവരുടെ ഈ വികല വിശ്വാസത്തിലേക്കുള്ള പോക്ക് കണ്ട് ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്, യാ ഖൗം ഇന്നകും ഫുതിൻതും ബിഹി, യാ ഖൗം അല്ലയോ സമൂഹമേ, ഇന്നമാ ഫുതിൻതും ബിഹി, തീർച്ചയായും നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ, ഈ പ്രതിഷ്ഠ ആരാധനയിലൂടെ ഫിത്തിനയിൽ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ ഫിത്തിന എന്ന് പറയുന്ന പദമാണ് അവിടെ കൃത്യമായി ഉപയോഗിച്ചതായി കാണാൻ കഴിയുന്നത്. ഫിത്തിന എന്ന് പറയുന്ന പദം വിശുദ്ധ ഖുർആനിൽ 33-ലധികം തവണ എടുത്ത് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും.
പണ്ഡിതന്മാർ ഈ ഫിത്തിന എന്ന് പറയുന്ന പദത്തിനെ കൃത്യമായി നിർവചിക്കുകയും അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നതായി കാണാം. ഫിത്തിന എന്ന് പറയുന്നത് 2 തരത്തിൽ ആണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഫിത്തിനത്തു ഷഹ്വാത്താണ്. ഫിത്തിനത്തു ഷഹ്വാത്ത് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛകൾ കൊണ്ടുണ്ടാകുന്ന ഫിത്തിന, പരീക്ഷണം അല്ലെങ്കിൽ കുഴപ്പം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്തിന, തീർച്ചയായും നിങ്ങളുടെ ധനവും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് ഫിത്തിനയാണ്, നിങ്ങൾക്ക് പരീക്ഷണമാണ് അല്ലെങ്കിൽ കുഴപ്പമാണ് എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ദേഹേച്ഛകൾ കൊണ്ടുണ്ടാകുന്ന ഫിത്തിനകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള മാർഗം ഈമാനിനെയും തഖ്വയെയും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുകയും നമ്മുടെ തഖ്വയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഈ ഫിത്തിനത്തു ഷഹ്വാത്ത് എന്ന് പറയുന്ന ദേഹേച്ഛകൾ മൂലമുണ്ടാകുന്ന ഫിത്തിനയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ രണ്ടാമതായി കൊണ്ട് പറയുന്നത് ഫിത്തിനത്തു ശുബ്ഹാത്താണ്. ഫിത്തിനത്തു ശുബ്ഹാത്ത് എന്ന് പറഞ്ഞാൽ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ സംശയങ്ങളിലൂടെ ഒരു ജനവിഭാഗത്തെ കുഴപ്പത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വിശ്വാസികളിൽ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ സംശയങ്ങൾ ഉണ്ടാക്കുക, ആ സംശയങ്ങൾ അവരെ അവിശ്വാസത്തിലേക്കോ അന്ധവിശ്വാസത്തിലേക്കോ അനാചാരത്തിലേക്കോ ഒക്കെ എത്തിച്ചേരും വിധത്തിലുള്ള ഇടപെടലുകളാക്കി അതിനെ മാറ്റി തീർക്കുക. ഇതിനെ തന്നെ ഈ ഫിത്തിനത്ത് ശുബ്ഹാത്ത് എന്ന് പറയുന്നതിനെ തന്നെ പണ്ഡിതന്മാർ 3ആയി തരംതിരിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, ഈ ഫിത്തിനത്ത് ശുബ്ഹാത്തിലൂടെ ബഹുദൈവ ആരാധനയിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ്. ബഹുദൈവ ആരാധനയിലേക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളെയാണ് ബഹുദൈവ ആരാധനയിലേക്ക് എത്തിക്കാൻ കഴിയുക. അതിന് കൃത്യമായ ഇടപെടലുകൾ ചിലർ നടത്താറുണ്ട്. വേദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് വിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളെയും ദുർവ്യാഖ്യാനം ചെയ്യുക വഴി വിശ്വാസികളിൽ അതും ശരിയാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പം എന്ന രൂപത്തിലുള്ള ചിന്തകൾ വളർത്തിയെടുത്ത് അത് അവസാനം അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ഒരു ജനതയെ കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത്തരം ശുബ്ഹാത്തുകൾ, അത്തരം ഫിത്തിനകൾ ഈ സമുദായത്തിൽ ഉണ്ടാകും എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണുവാൻ സാധിക്കും. ആ രൂപത്തിൽ ഉണ്ടായ ഫിത്തിനയെക്കുറിച്ചാണ്, ആ രൂപത്തിൽ സംശയത്തിലൂടെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും കടന്നുപോയ ഒരു സമുദായത്തിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ നാളുകളിൽ ആ ബനു ഇസ്രായേല്യരുടെ ചരിത്രത്തിലൂടെ നമ്മൾ വിശദീകരിച്ചത്. അതുതന്നെയാണ് നമ്മുടെ നാടുകളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അത് കൃത്യമായി നമ്മളിൽ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചില വിശ്വാസങ്ങളിലേക്ക്, ഫിത്തിനയിലേക്ക്, കുഴപ്പങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ രണ്ടാമതായിക്കൊണ്ട് ഫിത്തിനത്ത് ശുബ്ഹാത്തിൽ പണ്ഡിതന്മാർ രണ്ടാമതായിക്കൊണ്ട് വിശദീകരിക്കുന്നത് ദൈവനിഷേധത്തിലേക്ക് ആളുകളെ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ എന്നതാണ്. വിശ്വാസത്തിൽ അഥവാ വിശ്വാസ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തെ അടർത്തിയെടുത്ത് അത് വിശദീകരിച്ച് അതുവഴി വിശ്വാസികളിൽ സംശയമുണ്ടാക്കി അത് ആദ്യ മനസ്സിൽ ഒരു സംശയമായി അങ്കുരിച്ചതിന് ശേഷം അത് ദൈവനിഷേധത്തിലേക്ക്, കുഫറിലേക്ക് എത്തിപ്പെടും വിധത്തിലുള്ള ഇടപെടലുകൾ, അത്തരത്തിലുള്ള ഫിത്തിനകളെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി കൃത്യമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഏജൻസികൾ നമുക്ക് ചുറ്റും ധാരാളമായി വ്യാപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായ ഇടപെടലുകൾ, അതും ശാസ്ത്രീയമായി ഏതൊക്കെ മേഖലകളിലാണോ ഇടപെടേണ്ടത് ആ മേഖലകളിലെല്ലാം അത്തരം ചില സംഘടനകളിൽ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുണ്ട്, നിർമ്മതവാദ പ്രസ്ഥാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ചില പ്രത്യേക തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്, എക്സ് മുസ്ലിം എന്ന പേരിൽ. ഇതൊക്കെ പ്രയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഇസ്ലാമിൻ്റെ ആദർശങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ വേദഗ്രന്ഥങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറയുന്ന ആളുകളെ ഇസ്ലാമിൻ്റെ ടെർമിനോളജിയിൽ പറയാൻ കഴിയുക കുഫർ അല്ലെങ്കിൽ കാഫിർ എന്നതാണ്. എന്നാൽ പുതിയ ഒരു പേര് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. എന്തിന് എന്നുള്ളത്
അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. 2016 CSDS എന്ന് പറയുന്ന ഒരു ഏജൻസി, സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ആ ഏജൻസി നടത്തിയ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. 2016 അവർ പറയുന്നത് ഈ മതങ്ങളിൽ അഥവാ ഇസ്ലാം മതത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ കൃത്യമായ ആദർശം അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നിലനിർത്തി പോകാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയിൽ 97% എന്ന, അഥവാ 97% മുസ്ലിങ്ങളും മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്ന് കണക്ക് പറയുന്നു. എന്നാൽ 5 വർഷം കൂടുമ്പോഴാണ് ഇവർ ഈ കണക്ക് പുറത്തുവിടുക. 2021 ആകുമ്പോഴേക്ക് അത്തരത്തിലുള്ള ഇന്ത്യൻ സമൂഹത്തിലെ മുസ്ലിങ്ങളിൽ അങ്ങനെ ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം 86% മാറിയിട്ടുണ്ട്. ഈ 86%-ൽ 11% ആളുകൾ എങ്ങോട്ടാണ് പോയത്? മറ്റേതെങ്കിലും മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പോയ ആളുകളല്ല. ഹിന്ദു മതത്തിലേക്കോ ക്രിസ്തു മതത്തിലേക്കോ അല്ലെങ്കിൽ ജൂത മതത്തിലേക്കോ കൺവേർട്ട് ചെയ്തു പോയ ആളുകളല്ല. നേരെ മറിച്ച് മുസ്ലിം നാമധാരികളായി ഇരിക്കെ നിരീശ്വരവാദത്തിലേക്കും നിർമ്മതവാദത്തിലേക്കും ഒക്കെ നടന്നു നീങ്ങി അതാണ് ജീവിക്കാൻ ഉത്തമം എന്ന് മനസ്സിലാക്കി അതിലേക്ക് വഴിമാറിപ്പോയ ആളുകളാണ്. ഇതിനെ നമ്മൾ ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ മക്കൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന, ഇടപഴകിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ യുവാക്കൾ അധിക സമയവും ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകളിൽ, സോഷ്യൽ മീഡിയയുടെ മേഖലകളിൽ ഇവർ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, നമ്മുടെ വളർന്നു വരുന്ന പുതുതലമുറയിൽ ഈ തരത്തിലുള്ള വിശ്വാസങ്ങളോടുള്ള താല്പര്യമുള്ള ആളുകൾ ഏറെ കൂടി വരുന്നതായി കാണുവാൻ സാധിക്കും. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അവർ ഇത്തരം വാദങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളിടത്താണ്, അല്ലെങ്കിൽ ഇത്തരം തെറ്റിദ്ധാരണകളിൽ അവർ ചെന്ന് പെട്ടുപോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവർ ചെയ്യുന്ന പണി എന്ത് എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായി വിഷം തേൻ പുരട്ടി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിഷത്തിനെ തേൻ പുരട്ടി അവതരിപ്പിക്കുക. അപ്പോൾ ആദ്യം കഴിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും അത് മധുരിക്കുകയും എന്നാൽ പിന്നീട് അതിൻ്റെ അപകടം അവർ തിരിച്ചറിയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അവർ അതിന് കൃത്യമായി ചെയ്യുന്നത് പിന്നെ മനുഷ്യൻ്റെ പരമമായ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്നത് മതങ്ങളാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ പരമമായ സ്വാതന്ത്ര്യം ഈ കൗമാരപ്രായക്കാരായിട്ടുള്ള യൗവനത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് സ്വതന്ത്രമായി യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാകണം എന്നതാണ്. അങ്ങനെയുള്ള ആഗ്രഹത്തോടു കൂടി അങ്ങനെയുള്ള ഒരു മനസ്സ് വഹിക്കുന്ന ആളുകളുടെ മുന്നിലേക്കാണ് മതങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നിങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടിരിക്കുന്നത് മതങ്ങളാണ് എന്ന തരത്തിൽ കൃത്യമായ ഒരു പ്രചരണം സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നത്. അതിന് അവർ ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ അതിൻ്റെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 36-ാമത്തെ വചനം പലരും കേട്ടിട്ടുണ്ടാകും. ഈ വചനം വഖാതിലുൽ മുശ്രിക്കീന കാഫ, വഖാതിലു അൽ മുശ്രിക്കീന കാഫ. അർത്ഥം നമുക്ക് പലർക്കും അറിയാം. വഖാതിലു, നിങ്ങൾ യുദ്ധം ചെയ്യണം. അൽ മുശ്രിക്കീന, ബഹുദൈവ ആരാധകരായ ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. കാഫത്തൻ, പൂർണ്ണമായി, അവരെ പൂർണ്ണമായി നിങ്ങൾ ഇല്ലായ്മ ചെയ്യണം എന്ന ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് ഒരാൾ പറയുന്നത് ഇസ്ലാമിൻ്റെ ഉദ്ദേശം ഇതാണ്, മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത് ഇതാണ്, അന്യമതസ്ഥരായ അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അവരുടെ ഉദ്ദേശം എന്ന് കൃത്യമായി അവർ എന്ത് ചെയ്യുന്നു? തെറ്റിദ്ധാരണകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളാണ് എടുത്തുദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ആയത്ത് ഫൈദൻസലഹൽ അഷ്ഹുറുൽ ഹുറും ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈസു വജത്തുമുഹും, 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 5-ാമത്തെ വചനമാണ്. ഫൈദൻസലഹ അഷ്ഹുറുൽ ഹുറും, നിങ്ങളിൽ നിന്ന് ആ പവിത്രമായ മാസങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫഖ്തുലു അൽ മുശ്രിക്കീന ഹൈസു വജത്തുമുഹും, എവിടെ വെച്ചാണോ നിങ്ങൾ മുശ്രിക്കുകളെ കാണുന്നത് അവിടെ വെച്ച് നിങ്ങൾ അവരെ കൊല ചെയ്യുക അല്ലെങ്കിൽ അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന ആയത്തുകൾ.
ഇത്തരം ആയത്തുകൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ മുൻപെന്താണ് എന്ന്, ഇതിൻ്റെ കോണ്ടസ്റ്റ് എന്താണ് എന്ന്, സന്ദർഭം ഏതാണ് എന്ന്, ഇത് ആരോടാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ എന്താണ് ധരിച്ചു വെക്കുക? ശരിയാണ്, ഇസ്ലാം തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് എന്ന തരത്തിലുള്ള വിശ്വാസങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അത് കൃത്യമായി നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ പല ആളുകളും, ഈ പറയപ്പെടുന്ന എക്സ് മുസ്ലിം എന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ, അത് EA ജബ്ബാർ മാഷിൽ തുടങ്ങി ലിയാഖത്ത് അലി വരെ ഉള്ള ആളുകൾ ഇങ്ങനെ നിരന്തരം ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഈ പേരുകൾ നമ്മൾ ആദ്യം കേൾക്കുകയാണ് എങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇത് സുപരിചിതമാണ്. അവർ ഇതിൽ പലരെയും, ആരിഫ് ഹുസൈൻ അടക്കമുള്ള പലരെയും അവർ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ. അതിലൂടെ അവരുടെ മനസ്സിൽ വളർന്നു വരുന്ന ഒരു മതവിദ്വേഷമുണ്ട്, ഒരു ഇസ്ലാമോഫോബിയ അവരിൽ വളർത്തിയെടുക്കുന്നുണ്ട്. ഇസ്ലാമിനോടുള്ള ഒരു വിരോധം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു എതിർപ്പ്, മനസ്സുകൊണ്ട് ഐക്യപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥ അവരിൽ കൃത്യമായി വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് മാത്രമൊന്നുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ ചർച്ചയാക്കുക, അതിൻ്റെ കാലഘട്ടം പറയാതെ, സന്ദർഭം പറയാതെ, അതിൻ്റെ യാഥാർത്ഥ്യം വിശദീകരിക്കാതെ, പ്രവാചകനെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിവാഹത്തെ വിശദീകരിച്ചിട്ട് പ്രവാചകൻ പീഡോഫൈലാണ് എന്ന്, അല്ലെങ്കിൽ പ്രവാചകൻ ശിശുരതി ആഗ്രഹിക്കുന്ന ആളാണ് എന്നുവരെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളും ഇതെന്താണ് എന്ന് അറിയാതെ, അല്ലെങ്കിൽ ഇതിൻ്റെ വാസ്തവം അറിയാതെ, ഇവർ പറയുന്നത് മാത്രം കേട്ടിട്ട് അത്തരം തെറ്റിദ്ധാരണകളിൽ അവർ പെട്ടുപോവുകയാണ്. അവിടെയാണ് തുടക്കം. അത്തരം സംശയങ്ങൾ അവരുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു കൂടിയിട്ട് ആ സംശയങ്ങൾ അവരെ കുഫറിലേക്ക്, സത്യനിഷേധത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പസുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അവിടെ നിന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, അവരുടെ മതത്തിനോടുള്ള സമീപനങ്ങൾ നിങ്ങളൊന്ന് അവരുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഇത്തരം ചിന്തയെ മനസ്സിൽ വളർത്തി, അല്ലെങ്കിൽ ഇത്തരം ശുബ്ഹാത്തുകളെ അവരുടെ മനസ്സിൽ വളർത്തി അത് ഫിത്നയിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിൽ നിരീശ്വരവാദം കൃത്യമായി ആളുകളിലേക്ക് സംശയം ഉണ്ടാക്കി അതിനുശേഷം ദൈവത്തെ തന്നെ നിഷേധിക്കുന്ന തരത്തിലേക്ക് ആളുകളുടെ മനസ്സ് എത്തിക്കുന്ന, വിശ്വാസം എത്തിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഈ കാലത്ത് പുതുതായി നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, ഇപ്പോൾ ഉണ്ടായ കാര്യമല്ല ഇത്. ലോകത്തേക്ക് പറഞ്ഞയക്കപ്പെട്ട നിയോഗിതരായിട്ടുള്ള പ്രവാചകന്മാരെല്ലാം ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിച്ച ആളുകളാണ്. അവരെല്ലാം ആ ജനതയെ കൃത്യമായി വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ പരിവർത്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 10-ാമത്തെ വചനം, ഖാലത്ത് റുസുലുഹും അഫില്ലാഹി ശക്കുൻ, ഖാലത്ത് റുസുലുഹും അവരോട് അവരുടെ പ്രവാചകന്മാർ പറഞ്ഞ സന്ദർഭം, അഫില്ലാഹി ശക്കുൻ നിങ്ങൾക്ക് അള്ളാഹുവിൽ സംശയമുണ്ടാവുകയോ, ഫാത്തിരിസ്സമാവാത്തി വല്ലർള് ഈ ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് റബ്ബ് എന്നിരിക്കെ ആ അള്ളാഹുവിൽ നിങ്ങൾക്ക് സംശയമുണ്ടാവുകയോ. അപ്പോൾ നിരീശ്വരവാദത്തിൻ്റെ ചിന്താഗതികൾ ഇപ്പോഴല്ല, ഇതിനു മുൻപും ആളുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വളർന്നു വന്നിട്ടുണ്ട്. അവർ അത് പ്രവാചകന്മാരോട് പറയുകയും പ്രവാചകന്മാർ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവനിഷേധം തന്നെ ഒരു ജനതയിൽ നിറഞ്ഞു നിന്നിരുന്നു. മറ്റൊന്ന് പുനർവിചിന്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ പുനർജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഖബറും അതിനുശേഷമുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങൾ ഇവർ ഉദ്ധരിക്കുന്നതായി കാണുവാൻ സാധിക്കും. സൂറത്തുൽ മുഅ്മിനൂനിലെ 35-36 വചനങ്ങൾ, അയ്യഇദുക്കും അന്നക്കും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇലാമൻ അന്നക്കും മുഖ്റജൂൻ. അയ്യഇദുക്കും ഇവർ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്, അന്നക്കും ഇദാ മിത്തും നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം, വകുൻതും തുറാബൻ വഇലാമൻ നിങ്ങൾ മണ്ണായി തീർന്നതിന് ശേഷം, നിങ്ങളുടെ എല്ലുകൾ നുരുമ്പിപ്പോയതിന് ശേഷം, അന്നക്കും മുഖ്റജൂൻ വീണ്ടും ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടും എന്നാണോ ഇവർ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്? ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ. അങ്ങനെയെങ്കിൽ ഇവർ വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവർ കരാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രമേൽ വിദൂരമായ കാര്യമാണ് എന്ന്
ആ ജനത പ്രവാചകന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരലോകത്തെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെയും വിചാരണയെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന, അതിനെ നിരാകരിക്കുന്ന, അതിൽ അവിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. അവരെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സയൻസ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ, അവർ പഠിച്ച ശാസ്ത്രം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഖിയാമയിലെ 3 മുതലുള്ള വചനങ്ങൾ, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, മനുഷ്യൻ വിചാരിക്കുകയാണോ, അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുകയാണോ, അല്ലൻ നജ്മഅ ഇളാമ, ഈ എല്ലുകളെയെല്ലാം ഇനിയും വീണ്ടും ഒരുമിച്ച് കൂട്ടാൻ റബ്ബിന് കഴിയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുകയാണോ? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, എങ്ങനെയുള്ള റബ്ബിനെയാണ് നിങ്ങൾ സംശയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ തള്ളവിരലുകളെ, നിങ്ങളുടെ വിരലുകളെ പോലും കൃത്യമായി ശരിയാക്കുവാൻ കഴിവുള്ള റബ്ബിനെയാണോ നിങ്ങൾ ഈ വിധത്തിൽ വീണ്ടും ഒരു പുനർജീവിതം സാധ്യമാക്കാൻ കഴിയുമോ എന്ന രൂപത്തിൽ സംശയിക്കുന്നത്? നമുക്കറിയാലോ, നമ്മുടെ വിരലുകൾ ഈ ലോകത്ത് ജനിച്ച മനുഷ്യന്മാരുടെ ആരുടെയും വിരലുകൾ സെയിമല്ല. നമ്മുടെ തമ്പ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാത്രം അടയാളമായിക്കൊണ്ട് കണക്കാക്കപ്പെടുന്ന സാധനമാണ്. ഇതേപോലെ ഒന്ന് ലോകത്ത് വേറെ ഒരാളുടേതുമില്ല എന്നത് ശാസ്ത്രം തെളിയിച്ചത് തന്നെയാണ്. എന്നാൽ ആ വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടി ആകെ ഉള്ള സ്ഥലം എത്രയാണ്? കയ്യിലത് ഈ കാണുന്ന ഒരു ഭാഗമേ ഉള്ളൂ. ലോകത്ത് ജനിച്ചു വീഴുന്ന മനുഷ്യന്മാരുടെ എല്ലാം കണ്ണ്, ചില എയർപോർട്ടുകളിൽ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, കണ്ണാണ് അവിടെ എടുത്തു വെക്കുക. എന്തേ ഒരേ ആള് ഒരേപോലത്തെ കണ്ണുകളില്ല. നമുക്ക് നോക്കുമ്പോൾ സാദൃശ്യമുണ്ട് എങ്കിൽ പോലും എല്ലാവരുടെയും കണ്ണുകൾ വ്യത്യസ്തമാണ്. ഇത്രയും കൃത്യമായി വ്യത്യസ്തതകളോടുകൂടി സൂക്ഷ്മമായ സൃഷ്ടിപ്പ് നടത്താൻ കഴിയുന്ന റബ്ബിനെയാണോ നിങ്ങൾ നിരാകരിക്കുന്നത്? ആ റബ്ബിനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് അവരെ ഉത്തരം മുട്ടിക്കും രൂപത്തിലുള്ള ചോദ്യങ്ങൾ പ്രവാചകന്മാർ തന്നെ അവരോട് ചോദിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ പണ്ഡിതന്മാരുടെ കാലമാകുമ്പോഴേക്ക് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറ 80കളിൽ ജീവിച്ച മഹാപണ്ഡിതനാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മുൽഹിദുകളായിട്ടുള്ള ആളുകളോട്, നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളോട് നടത്തുന്ന സംവാദങ്ങളുണ്ട്. നമ്മളൊന്ന് കൃത്യമായി അത് വായിക്കേണ്ടതാണ്. അതിൽപ്പെട്ട ഒന്ന്, ഒരു മുൽഹിദുമായി, ഒരു നിരീശ്വരവാദിയുമായി ഇമാം അബൂ ഹനീഫ നടത്തുന്ന ഒരു ചർച്ചയിൽ നിരീശ്വരവാദിയായിട്ടുള്ള മനുഷ്യൻ ഇമാം അബൂ ഹനീഫയോട് പറയുന്നുണ്ട്, അൻത തസൂമു അന്നല്ലാഹ വഹ്ദഹു ഹുവൽ ഖാലിഖ്, നീ പറയുന്നത് അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്നാണോ? സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നാണോ നീ വാദിക്കുന്നത്? കാല, അപ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നാം, അതെ, അള്ളാഹുവിന് മാത്രമാണ് സൃഷ്ടിപ്പ് സാധ്യമായിട്ടുള്ളവൻ. കാലൽ മുൽഹിദ്, അപ്പോൾ ഈ നിരീശ്വരവാദിയായ മനുഷ്യൻ പറഞ്ഞു, അന അസ്തതിഉ അൻ അഖ്ലുഖ്, എന്നാൽ എനിക്കും സൃഷ്ടിക്കാൻ സാധിക്കും, എനിക്കും സൃഷ്ടിപ്പ് സാധ്യമാണ് എന്ന് ഇമാം അബൂ ഹനീഫയോട്. ഇത്രയും വാദം എന്തായാലും ഈ കാലഘട്ടത്തിലുള്ള നിരീശ്വരവാദികൾ പറഞ്ഞിട്ടുണ്ടാവില്ല, എനിക്കും സൃഷ്ടിക്കാൻ കഴിയുമെന്ന്. ഇപ്പോഴുള്ള ആളുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്യാപ്പ ഏത് കുരങ്ങനായിരുന്നു എന്നാണ്. ഏത് കുരങ്ങനിൽ നിന്ന് പരിണമിച്ചാണ് ഞാൻ ഉണ്ടായത് എന്ന പരിണാമവാദത്തെക്കുറിച്ചുള്ള ആലോചനകളാണ് ഇപ്പോഴുള്ള ഏറ്റവും മുന്തിയ നിരീശ്വരവാദികൾ പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന റിസർച്ച്. ആ സമയത്താണ് ഒരു മുൽഹിദ്, ഒരു നിരീശ്വരവാദി ഇമാം അബൂ ഹനീഫയോട് പറയുന്നത് എനിക്കും സൃഷ്ടിപ്പ് സാധ്യമാകും എന്ന്. അപ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു, കാല അൻത തഖ്ലുഖ്, നിനക്കും സൃഷ്ടിക്കാൻ കഴിയുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പോയി, ഫമല്ലാ ദാലികൽ മുൽഹിദ് ബി അബീ ഹനീഫത ഇലാ ഷജറത്തിൻ ഫശക്ക ശൈഅൻ മിൻഹ. അങ്ങനെ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെയും കൂട്ടി ഇദ്ദേഹം പോയിട്ട് ഒരു മരത്തിൻ്റെ അടുത്ത് ചെന്നു. ആ മരത്തിൽ നിന്ന് ഒരു കൃത്യമായ ഒരു ഭാഗം അദ്ദേഹം തുരന്നെടുത്തു. ഒരു ഭാഗം തുരന്നെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കഷ്ണം ഇറച്ചി വെച്ചിട്ട് ഭദ്രമായി ആ മരത്തിൻ്റെ പൊത്ത് അടച്ചു വെച്ചു. ഇനി ഒന്നിനും അകത്തേക്ക് കടക്കാൻ കഴിയാത്ത വിധം, അതിൽ ഒന്നും പുറത്തേക്ക് പോകാൻ സാധ്യമാകാത്ത വിധം ആ മരത്തിൻ്റെ പൊത്ത് അദ്ദേഹം കൃത്യമായി ഭദ്രമായി അടച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, 1 മാസത്തിന് ശേഷം നമുക്ക് വീണ്ടും സംഗമിക്കേണ്ടതുണ്ട്. അങ്ങനെ സംഗമിക്കാമെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ 2 ആളുകളും കൂടിയിട്ട് ഈ മരത്തിൻ്റെ അടുക്കലേക്ക് വന്നു.
മരത്തിൻ്റെ അടുക്കൽ വന്ന് ആ മരത്തിൻ്റെ പൊത്ത് തുറന്ന സമയത്ത് വെച്ച ഇറച്ചി അവിടെ ഇല്ല. പകരം ഒരുപാട് ദൂതുകൾ അഥവാ പുഴുക്കൾ ഇങ്ങനെ നൊരച്ചു പുറത്തേക്ക് വരുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ മുൽഹിദായിട്ടുള്ള നിരീശ്വരവാദിയായിട്ടുള്ള മനുഷ്യൻ അബൂ ഹനീഫയോട് ചോദിച്ചു, നമ്മൾ ഈ പുഴുക്കളെയാണോ ഈ മരത്തിൽ വെച്ചിരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല. ഇനി ഈ പുഴുക്കൾക്ക് അകത്തേക്ക് കയറാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ, എന്തെങ്കിലും പഴുത് ഈ മരത്തിന് ബാക്കിയാക്കിയിട്ടാണോ നമ്മൾ പോയത്? അപ്പോൾ അതുമല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ഖലഖ്തു ഹാദി, ഇതിനെ ഞാനാണ് സൃഷ്ടിച്ചത്. ഈ പുഴുക്കളെ സൃഷ്ടിച്ചത് ഞാനാണ്. കാരണം ഇറച്ചി വെച്ച് പോയ സ്ഥലത്ത് ഇപ്പോൾ ഉള്ളത് എന്താണ്? പുഴുക്കളാണ്. അതുകൊണ്ട് ഇതിനെ സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്കെന്താ പറയാൻ കഴിയുക? നമുക്കെന്താണ് ഇത്തരത്തിൽ വാദം ഉന്നയിക്കുന്ന ആളുകളോട് പറയാൻ കഴിയുക? അവിടെയാണ് ഖാലിഖ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആ ഗുണത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്നത്. അള്ളാഹു ഖാലിഖ് മാത്രമല്ല, അള്ളാഹുവിനെ ഖാലിഖ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥത്തിൻ്റെ വിശാലത എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേവല സൃഷ്ടാവല്ല റബ്ബ് എന്നാണ്. ഇമാം അബൂ ഹനീഫ അദ്ദേഹത്തോട് ചോദിച്ചത്, അൽ ഖാലിഖു യഅരിഫു ഖൽഖഹു അലൈസ കദാലിക്? ഒരു ഖാലിഖിന്, ഒരു സൃഷ്ടാവിന് തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ട്. എന്താണ് ഈ താൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഒരു ഖാലിഖിനുണ്ടാകും. അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാം, അതെ, അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് ഇമാം അബൂ ഹനീഫ ചോദിച്ചത്, കം അദദു മഖ്ലൂഖാതിക, എങ്കിൽ നീ സൃഷ്ടിച്ച ഈ പുഴുക്കളുടെ എണ്ണം എത്രയാണ്? നീയാണല്ലോ സൃഷ്ടിച്ചത്, ഇതിൻ്റെ എണ്ണം എത്രയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ അദിരി, എനിക്കറിയില്ല. എന്നാൽ ശരി, കം മിൻഹ ദുക്കൂറിൻ വ കം മിൻഹ ഇനാസ്, ഇനി ഇതിൽ എത്ര ആണുണ്ട് എത്ര പെണ്ണുണ്ട്? ഈ പുഴുക്കളിലെ എത്ര ആണുങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര പെണ്ണുങ്ങളുണ്ട് എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ലാ അദിരി, എനിക്കറിയില്ല. എങ്കിൽ ഇതിൻ്റെ അജൽ എപ്പോഴാണ്? ഇതിൽ ആദ്യം ജനിച്ചത് ഏതാണ്? ഇതിൽ അവസാനം ജനിച്ചത് ഏതാണ്? ഇതിൽ ആദ്യം മരിക്കാൻ പോകുന്നത് ഏതാണ്? ഇതിൽ അവസാനം മരിക്കാൻ പോകുന്നത് ഏതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലാ അദിരി, എനിക്കറിയില്ല. സത്യം ബോധ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാദങ്ങളോട് പോലും ആത്മാർത്ഥത പുലർത്തുന്ന നിരീശ്വരവാദി ചെയ്തത് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് മുസ്ലിം ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും കൃത്യമായി ഇസ്ലാമിനെ വരച്ചു കാണിക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടുന്നത്, ഈ രൂപത്തിലുള്ള പലതും നമ്മൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നു. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വാദങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് എന്താണ്? സംശയങ്ങൾ മാത്രമാണ്. നമുക്കത് ദൂരീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ നേരത്തെ ഫിത്നത്തു ഷഹ്വാത്തിന് നമ്മുടെ ഈമാനും തഖ്വയും ശക്തിപ്പെടുത്തുന്നതിലൂടെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് പറഞ്ഞത് എങ്കിൽ, ഫിത്നത്തു ശുബ്ഹാത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഈമാനും തഖ്വയും ശക്തിപ്പെടുത്തുന്നതോടുകൂടി തന്നെ ഇൽമിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്, അറിവിനെ ശക്തിപ്പെടുത്തുക. ഈ മതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ച്, ഗ്രന്ഥങ്ങളെക്കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്, റബ്ബിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അത് അറിയാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ പറയപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മളിൽ എത്ര ആളുകൾക്ക് ബോധ്യമുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ആ മുശ്രിക്കുകളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞതിൻ്റെ സന്ദർഭം ഏതാണ്? ആരോടാണത് പറഞ്ഞത്? ഏതാണ് അതിൻ്റെ സന്ദർഭം? നമ്മളിൽ എത്ര ആളുകൾക്കറിയാം? ഇങ്ങനെ ഒരു കാര്യം നമ്മളോട് പറയപ്പെട്ടാൽ നമ്മുടെ മനസ്സിലും തോന്നുന്ന ചിന്ത എന്താണ്? അതിന് ശേഷം അവർ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിശ്വാസം പോകാൻ പോകുന്ന പോക്ക് എവിടേക്കാണ്? ഇതിനെന്താ വേണ്ടത്? നമ്മൾ മതത്തെക്കുറിച്ച് പഠിക്കണം, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കണം, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം കൃത്യമായി. അതിൻ്റെ വിശാല തലത്തിൽ തന്നെ കേവല പഠനം പോരാ എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ഒരു കേവല പഠനം, നമസ്കാരം നിർവഹിക്കാനും അതിലെ പ്രാർത്ഥനകളും ദുആകളും ദിക്റുകളും മാത്രമായി നമ്മുടെ ഇസ്ലാമിക പഠനം ഒതുങ്ങിപ്പോവുകയാണ് എങ്കിൽ, വരും ഭാവിയിൽ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും മയ്യത്ത് നമസ്കാരത്തിൻ്റെ നേതൃത്വം കൊടുക്കാൻ അതറിയുന്നൊരു മകനുണ്ടാവില്ല നമുക്ക്, അല്ലെങ്കിൽ അതിന് പ്രാപ്തനായി മുന്നോട്ട് വരുന്ന മക്കളുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു അപകടം നമ്മൾ തിരിച്ചറിയണം.
അല്ലെങ്കിൽ മക്കളെ ആ രൂപത്തിൽ പഠിപ്പിക്കാൻ അവർക്കതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിലുണ്ടാകണം. അത്തരം സംവിധാനങ്ങൾ ഉണ്ടായാൽ അതിനോട് സഹകരിക്കാനും അതിനു വേണ്ടി സമയം കണ്ടെത്താനും സമയം മാറ്റിവെക്കാനും നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മെ ഏറെ വേദനിപ്പിക്കുന്ന, നമ്മുടെ മനസ്സുകളെ പിടിച്ചു കുലുക്കുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് വയനാട് ജില്ലയിൽ നിന്ന് ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ ഇതിനോടകം മരണപ്പെട്ടു പോവുകയും കുറേയേറെ ആളുകൾ അത്യാസന്ന നിലയിലും മറ്റും ചികിത്സയിൽ കഴിയുകയും ഇനിയും എന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്ത വിധം കുറേ ആളുകൾ മണ്ണിനടിയിലും മറ്റുമൊക്കെയായി കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത അവസ്ഥ. ഒരുപക്ഷെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന ആ കാഴ്ചകൾക്കപ്പുറത്ത് അതിൻ്റെ ഭീകരതയും ഭയാനകതയും അതിൻ്റെ വ്യാപ്തിയും ഒക്കെ വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇത്തരം പരീക്ഷണങ്ങൾ നമ്മുടെ നാടുകളിൽ സംഭവിക്കുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് അവൻ്റെ ആലോചനയിൽ വരേണ്ട, തുടർന്ന് അവൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് വരേണ്ടുന്ന ചില ചിന്തകളുണ്ട്. അതിലൊന്ന്, അവിടെ നമ്മൾ കണ്ടത് അവനവൻ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒരു നിശ്ചിത വേഗതയിൽ നമ്മുടെ കാലിനടിയിൽ നിന്ന് തെന്നി മാറിയപ്പോൾ മനുഷ്യൻ അതിനെ നിയന്ത്രിക്കാനോ അവിടെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാനോ സാധിക്കാത്ത വിധം എത്ര വേഗത്തിൽ അത് നീങ്ങിയിട്ടുണ്ടാവും. അവൻ നിൽക്കുന്ന ആ മണ്ണ്, ചവിട്ടി നിൽക്കുന്ന മണ്ണ് എത്ര വേഗത്തിൽ നീങ്ങിയിട്ടുണ്ടാവും. അതിനെ നിയന്ത്രിക്കാനോ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാനോ അവന് സാധിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അള്ളാഹു ചെയ്ത് തന്ന, നമ്മളിപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറേയേറെ അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ഒന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഭൂമി തന്നെ. ഈ ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് 1674 km/h. സ്വന്തം അച്ചുതണ്ടിൽ സ്വന്തമായി തിരിയുന്നത് 1674 km/h ഇത് സ്വന്തം തിരിയുന്നത്. സൂര്യനെ വലയം വെക്കുന്നതോ 1,07,208 km/h വേഗതയിലാണ്. നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഓടിക്കുന്ന ഏറ്റവും പ്രീമിയം വാഹനത്തിൽ നമ്മുടെ റോഡുകളിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന വേഗത എത്രയാണ്? അത് വെച്ചിട്ട് അതിൻ്റെ എത്ര ഇരട്ടിയായിരിക്കും ഇത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം നജ്അലിൽ അർള മിഹാദ, നിങ്ങളിപ്പോൾ സ്വൈര്യമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെ നാം നിങ്ങൾക്കൊരു തൊട്ടിൽ പോലെ ആക്കി തന്നില്ലേ എന്നുള്ളതാണ്. ഇത്ര വേഗത്തിലാണ് ഇത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ വളരെ സ്വതന്ത്രമായി നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു നിമിഷം നിന്നാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം, നമ്മളൊരു 100 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിൽ നിന്ന്, ഒരു ബൈക്കിൽ നിന്ന് ആ വാഹനം ഒന്ന് പെട്ടെന്ന് നിർത്തിയാൽ നമ്മൾ തെറിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ 1000 കിലോമീറ്റർ അല്ലെങ്കിൽ അത് ചുറ്റുന്ന വേഗത 1,00,000-ലധികം കിലോമീറ്റർ വേഗതയിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സാധനം ഒന്ന് നിന്നാൽ എന്താ സംഭവിക്കുക? അതൊന്നുമില്ലാതെ ഇതിനെ കൃത്യമായി നമുക്ക് ഒരു തൊട്ടിൽ പോലെ സംവിധാനിച്ച് തന്ന റബ്ബിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികളിൽ ഉണ്ടാകേണ്ടുന്ന ആദ്യത്തെ ചിന്ത അതാണ്. രണ്ടാമത്തത്, നമ്മൾ എത്ര നിസ്സഹായരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കഴിവ് എത്രത്തോളമാണ് എന്ന്. പല കഥകളും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട്. ചിലതൊക്കെ നമ്മുടെ കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് അല്ലെങ്കിൽ കേൾവികളാണ്.
മക്കള് സ്വന്തം മുന്നിൽ ഇങ്ങനെ ഒലിച്ചു പോവുകയാണ്. സ്വന്തം മുന്നിലൂടെ മക്കൾ ഒലിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഭാര്യ ഒലിച്ചു പോകുന്നു, വാപ്പയും ഉമ്മയും ഒക്കെ ബന്ധുമിത്രാദികൾ ഒലിച്ചു പോകുന്നു. താൻ പിടിച്ചിരിക്കുന്ന ആ ഭാഗത്തു നിന്ന് പിടിവിട്ടാൽ തനിക്കും ഈ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ബോധ്യപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ, അത് അനുഭവിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ആലോചിച്ചാൽ എത്ര അതിനെ ഭാവനയിൽ കൊണ്ടുവന്നാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. മനുഷ്യൻ അത്രേ ഉള്ളൂ, നമുക്കൊക്കെ അത്രേ കഴിയുള്ളൂ. നമ്മളൊക്കെ അത്രമേൽ നിസ്സഹായരാണ്. അത്രേ ഉള്ളൂ നമ്മുടെ കഴിവുകൾ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുലിഖൽ ഇൻസാന ലഈഫ, മനുഷ്യനെ ചില പോരായ്മകളോടുകൂടി ആണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അത് നമുക്ക് ബോധ്യം വരണം. ഈ ഭൂമിയിൽ ഇങ്ങനെ എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന അഹങ്കാരത്തിൽ നമ്മൾ നടക്കുന്നുണ്ട് എങ്കിൽ അതിന് ഇന്ന പ്രദേശങ്ങളില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ, നാളെ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും അറിയില്ല. വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ചാണ് ഒരു നഫ്സ് മരണമടയുക എന്നും ഒരാൾക്കും അറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നതായി കാണാൻ കഴിയും. നിങ്ങൾ നോക്കുക, ആ കൂട്ടത്തിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, ഉറങ്ങാനായി അവർ വീട്ടിലേക്ക് ഭക്ഷണം കഴിച്ച് അവരുടെ കട്ടിലുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് നാളെയെക്കുറിച്ച് എന്തെല്ലാം വിചാരങ്ങളും പ്ലാനിങ്ങുകളോടും കൂടിയായിരിക്കും പലരും ആ ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ടാവുക. എവിടെയാണ് അവരുടെ പ്ലാനിങ്ങുകൾ ഉള്ളത്? എന്താണ് അവരുടെ ജീവിതത്തിന് സംഭവിച്ചത്? അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികത നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സംഭവം? പടച്ച റബ്ബ് ഇതിനെ ഒന്ന് പിടിച്ചു കുലുക്കിയാൽ അവിടെ നമ്മുടെ എല്ലാ കഴിവുകളും അസ്തമിക്കും, നമ്മുടെ എല്ലാ തീരുമാനങ്ങളും അവിടെ ഇല്ലാതാകും, നമ്മുടെ പ്രതീക്ഷകൾ അവിടെ ഇല്ലാതാകും. പക്ഷേ വിശ്വാസികൾ എന്ന നിലക്ക് വിശ്വാസി എപ്പോഴും എപ്പോൾ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാനുള്ള രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫ അമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, അവർ നിർഭയരാണ് എന്ന് വിചാരിക്കുകയാണോ നമ്മുടെ പരീക്ഷണം അവർ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് രാത്രിയിൽ അവരിലേക്ക് വരില്ല എന്ന്? അങ്ങനെ വിചാരിച്ചിട്ട് നിർഭയമായിട്ട് കിടന്നുറങ്ങുകയാണോ? അങ്ങനെ വിചാരിക്കണ്ട, വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ റെഡി ആയിരിക്കണം എന്നുള്ളതാണ്. എപ്പോൾ മരിച്ചാലും മുഅ്മിനായി മരിക്കണം, മുത്തക്കിയായി മരിക്കണം, അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന്, നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് അവിടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ആ പ്രയാസത്തിന് ഒരു താങ്ങാവുക എന്നുള്ളതാണ്. ഒരു കാര്യം ഇതിനോട് അടുത്ത് സൂചിപ്പിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായ സമയത്ത് ഉണ്ടായ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അവിടെ ഈ പ്രതിസന്ധിയിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. വസ്ത്രമില്ലാത്തവർ, നമുക്കറിയാം, ഒന്നുമില്ല, അവർ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് അടയാളം അവർ മാത്രമാണിപ്പോൾ. അവരിപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാത്രമാണ്. അതല്ലാത്തതെല്ലാം അവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. അവരുടേത് എന്ന് പറഞ്ഞ് അവർ വളച്ചു കെട്ടിയിരുന്ന, അവർ കെട്ടി ഉയർത്തിയിരുന്നതെല്ലാം അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ അവർ മാത്രമാണ് അവർ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏക തെളിവ് എന്ന് പറയുന്നത്. അവർ ഈ ലോകത്തോട് ആവശ്യപ്പെടുന്നത് അവരെ സഹായിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ആ സഹായം എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത്, എല്ലാവരെയുമല്ല, ഒരു ന്യൂനപക്ഷമെങ്കിലും വിചാരിക്കുന്നത്, വീട്ടിലെ അലമാരയിൽ ഉപയോഗശൂന്യമായി ഇരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം കൊണ്ടു കൊടുക്കാനുള്ള ഒരു സ്ഥലമായി കളക്ഷൻ സെൻ്ററുകളെ നിങ്ങൾ ദയവായി കാണരുത്. അതിനുള്ളതല്ല. നമ്മളെപ്പോലെയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഇജ്ജത്തിലോ അഭിമാനത്തിലോ ഒക്കെ ഒരു നാട്ടിൽ ജീവിച്ച ആളുകളാണ് അവർ. അപ്പോൾ അവരെ അങ്ങനെ തന്നെയാണ് പരിഗണിക്കേണ്ടത്. അതൊരു വിശ്വാസിയുടെ ബാധ്യതയുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. നമ്മൾ നമുക്കെന്ത് കിട്ടണമെന്നാണോ ആഗ്രഹിക്കുന്നത്, ഇത്തരമൊരു ദുരനുഭവം നമുക്കാണ് ഉണ്ടാകുന്നത് എങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിൻ്റെ മുന്നിൽ നമ്മളാണ് നിൽക്കുന്നത് എങ്കിൽ, ആരെങ്കിലുമൊക്കെ ഇട്ടുപേക്ഷിച്ച, അതും ഒരു ഉപയോഗത്തിന് മാത്രം സാധ്യമായ വസ്ത്രങ്ങളെങ്കിലും കിട്ടിയാൽ മതി എന്നാണോ? അതല്ല, മാന്യമായ വസ്ത്രം കിട്ടണം എന്നാണോ? നമുക്ക് വേണ്ടി നമ്മൾ കരുതുന്നതെന്തോ, നമ്മൾ ആഗ്രഹിക്കുന്നതെന്തോ അത് ആ സഹോദരന്മാർക്ക് വേണ്ടി
കൊടുക്കാൻ തയ്യാറാകുന്നതുവരെ നമ്മൾ വിശ്വാസിയാവില്ല എന്ന് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കണം എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് പറഞ്ഞത്. മറ്റൊന്ന്, അവർക്ക് പിന്നെ വസ്ത്രങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും എല്ലാം പല സ്ഥലങ്ങളിൽ നിന്നായി ലഭിക്കും. എന്നാൽ ഈ ഒരു തിരക്ക് കഴിയുമ്പോൾ, ഇതിൻ്റെ ബഹളമെല്ലാം കഴിയുമ്പോൾ, ഇപ്പോൾ അവർ ഒരുപക്ഷെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും സ്കൂൾ കെട്ടിടത്തിലോ അതുപോലെയുള്ള ഏതെങ്കിലും ബിൽഡിങ്ങുകളിലോ ഒക്കെ ആയിരിക്കും. അവിടെ അധ്യയനം തുടങ്ങേണ്ടുന്ന ആവശ്യം വരുമ്പോഴേക്ക് ഇവർ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി മുറ്റത്ത് നിൽക്കേണ്ടുന്ന, റോഡിൽ നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആ സമയത്ത് അവർക്ക് കയറി താമസിക്കാൻ ഒരു ഗേഹം വേണം, ഒരു വീട് വേണം. ചെറുത് എങ്കിലും അവർക്ക് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ ഒരു വീട് വേണം. നമ്മുടെ എല്ലാം ആഗ്രഹം പോലെ തന്നെയാണത്. അത് നിവർത്തിച്ചു കൊടുക്കാൻ നമുക്ക് എന്താണോ സാധിക്കുക ആ രൂപത്തിലുള്ള ഇടപെടലുകളും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയിലെ ഇന്നത്തെ കളക്ഷൻ പൂർണ്ണമായും ആ രൂപത്തിൽ, വയനാട്ടിൽ ഈ രൂപത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് നമുക്ക് പിന്നെ പണമായി കൊടുക്കുകയും അതിന് കഴിയാത്ത ആളുകളുണ്ട് എങ്കിൽ അക്കൗണ്ടിൻ്റെ QR കോഡ് കൂടി നമ്മൾ സംവിധാനിച്ചിട്ടുണ്ട്. അതിലൂടെയും പണം അയക്കാവുന്നതാണ്. അതുകൂടി ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഈ രൂപത്തിൽ നിന്നുള്ള പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ നാടിനെയും റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാർ, മരണപ്പെട്ടു പോയിട്ടുള്ള സഹോദരന്മാർ, അവർക്ക് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ഇപ്പോഴും ആശുപത്രികളിൽ ജീവനു വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. കുടുംബത്തെ നഷ്ടപ്പെട്ട്, വാപ്പയെയും ഉമ്മയെയും ഒക്കെ നഷ്ടപ്പെട്ട് അനാഥരായി തീർന്ന ഒരുപാട് ബാല്യങ്ങളുണ്ട് ഇന്ന് വയനാട്ടിൽ. അവർക്കെല്ലാം ക്ഷമിക്കാനുള്ള കരുത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മെയും നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകളുടെയും പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام